ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ പ്രശ്നം പറയച്ചി? അയ്യോ, സൽഗുണ സമ്പന്നയായ പൊന്നുമകളുടെ സ്വഭാവ വിശേഷം പറയാൻ വിളിപ്പിച്ചതാണേ. ദേ നോക്ക്. എന്താ ഇത്? ഡിവോഴ്സ് പെറ്റീഷൻ. കാറൊന്ന് വേഗം വിട്. രാജു, സോറി രാജു, സോറി. ഞാൻ രാജുവിനെ തെറ്റിദ്ധരിച്ചു പോയി. എന്നോട് ക്ഷമിക്ക രാജു. ഞാൻ സത്യരത രാജുവിനെ സംശയിച്ചു പോയി. അതുകൊണ്ടാണല്ലേ ഇവരെന്നെ കൊല്ലൂന്ന് വന്ന് നേരിട്ട് പറഞ്ഞിട്ടും മാഡം സമ്മതം മൂളിയത്? രാജു, മാഡം പറയുന്ന ഓഡിയോയും വീഡിയോയും ഞാൻ കേട്ടു. എന്നെ കൊന്നുകളയാനുള്ള സമ്മതം ഇവർക്ക് കൊടുത്തു അല്ലേ? രാജു, ഞാൻ സമ്മതം മൂളിയതല്ല. ആ സമയത്ത് എനിക്ക് ഭ്രാന്തായിരുന്നു രാജു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു രാജു. എന്റെ ഭാര്യ ഇവരോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഇവരടിച്ച അടികളും ചവിട്ടുകളും ഒക്കെ ഞാൻ കൊണ്ടത്. ഞാൻ പക്ഷെ തിരിച്ചടിച്ചില്ല. എന്റെ ഭാര്യയുടെ ആഗ്രഹമല്ലേ, അത് തന്നെ നടക്കട്ടെ. രാജു, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ രാജു. അത് സാരമില്ല. രാജുവിന് ആരോടും പരാതിയോ പരിഭവോ ഇല്ല. എന്റെ ഭാര്യയുടെ ആഗ്രഹം ഞാൻ ചത്ത് കാണണമെന്നല്ലേ, അത് തന്നെ നടക്കട്ടെ. രാജു, എടാ, എന്റെ ഭാര്യയുടെ ആഗ്രഹത്തോടെയും അനുഭവത്തോടെയല്ലേ നിങ്ങൾ എന്നെ തല്ലുന്നേ? രാജു, ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ. രാജു, എന്റെ പെണ്ണിന്റെ ആഗ്രഹം നടപ്പാകണ്ടേ? എന്നെ കൊല്ലാൻ പറഞ്ഞില്ലേ? എന്നെ കൊല്ലടാ, കൊല്ല്. ഞാൻ പ്രണയിക്കുന്ന എന്റെ പെണ്ണ് എന്നെ കൊല്ലാൻ പറഞ്ഞില്ലേ? ഇനി എന്തിനാടാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? ഒരു നിമിഷം, ഒരു നിമിഷം അവൾ എന്റെ ഭരണം ആഗ്രഹിച്ചിട്ടാ കൊല്ലണല്ലേ? രാജു, എന്റെ പെണ്ണിന്റെ ആഗ്രഹം നടപ്പാകണ്ടേ? എന്താണ് നോക്കിയിരിക്കുന്നത്? കൊല്ലുന്നില്ല ഇത്? രാജു, പ്ലീസ്. കൊല്ലാനാണ് നീയൊക്കെ വന്നേ? എന്നാ കൊല്ലടാ, കൊല്ലണേ, കൊല്ല. ഇവിടെ ഞാൻ പ്രണയിച്ചു, മനസ്സ് നിറയെ ഇവിടെ ഞാൻ കൊണ്ടുവന്നു. അതാണോ ഞാൻ ചെയ്തത് തെറ്റ്? പക്ഷെ ഇവളോടുള്ള പ്രണയം തുറന്നു പറയാൻ എനിക്ക് പറ്റില്ല. അതാ ഞാൻ ചെയ്ത തെറ്റ്. കൊല്ലാതെ കൊല്ല. കാർ കുറച്ചുകൂടി വേഗത്തിൽ ഓടിക്ക് സജി. വണ്ടി മാക്സിമം സ്പീഡിലാ മാഡം. ഹലോ ഹലോ, SP അല്ലേ? അതെ. മാഡം, ഒരു പ്രശ്നം പറയാനാണ് ഞാൻ വിളിച്ചത്. യെസ്. ശരി, നിങ്ങൾ ഫോൺ വെച്ചോ. ശരി മാഡം. രാജു, പ്ലീസ്
എന്റെ രാജനൊന്നും ചെയ്യരുത് പ്ലീസ്. മാറിക്കടി. നീ അല്ലേ അനുവാദം തന്നത് ഇവരെ കൊല്ലാൻ? നീ മാറി നിൽക്ക, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. നിന്റെ ഒരു പോലീസ്. മാറിക്കടി. ഇവരെ തീർക്കാണ് ഞങ്ങളുടെ കൊട്ടേഷൻ. എന്റെ രാജനെ തൊട്ടു പോരുത്. മാറിക്കടി. എന്റെ ഭാര്യയെ നീ ഉപദ്രവിക്കല്ലടാ. എന്റെ ഭാര്യയുടെ നേരെ ഉയർന്ന നിന്റെ കൈ നീ മേലെ ചലിക്കരുത്. എന്നെ തല്ലാനാ ഞാൻ പറഞ്ഞ. എന്റെ ഭാര്യയെ തൊട്ട അവന്റെ കഴിഞ്ഞു പിടിക്കും. അല്ല, എല്ലാരും എവിടെ പോയി? പ്രതാപ, ഇങ്ങോട്ട് വന്നേ. മകളുടെ ഗുണഗണങ്ങളൊക്കെ ഒന്ന് കാണ്. പ്രതാപ, പ്രതാപ. ആ, എന്താ ചേച്ചി? അല്ല, നിന്റെ അനിയനും പട്ടമഹർഷി എവിടെ പോയി? അവരാണല്ലോ ഋതികയുടെയും രാജുവിന്റെയും കൊട്ടിപ്പാടി സേവകര്. എവിടെ അവര്? ഇവർക്കെന്താ ഭ്രാന്ത് പിടിച്ചു? എന്താ എന്താ പ്രശ്നം ഒന്ന് പറയേച്ചി? അയ്യോ, സൽഗുണ സമ്പന്നയായ പൊന്നുമകളുടെ സ്വഭാവ വിശേഷം പറയാൻ വിളിപ്പിച്ചതാണേ. ദേ നോക്ക്. എന്താ ഇത്? ഡിവോഴ്സ് പെറ്റീഷൻ. ഇതേ വിവാഹമോചനത്തിന്റെ പേപ്പറാ. രാജുവും ഋതികയും തമ്മിലുള്ള വിവാഹം മോചിപ്പിക്കാൻ പോവാ.